നമസ്കാരം. ഉത്തർപ്രദേശിലെ യോഗി ആദിത്യനാഥിന്റെ സർക്കാർ 6 മാസത്തേക്ക് പണിമുടക്ക് നിരോധിച്ചുകൊണ്ട് ഉത്തരവിറക്കിയിരിക്കുകയാണ്. എന്തായാലും യോഗി ആദിത്യനാഥിന്റെ ഈ ഒരു തീരുമാനം വലിയ വിവാദങ്ങൾക്ക് കൂടി വഴിവെച്ചിട്ടുണ്ട്. 6 മാസത്തേക്ക് യുപിയിൽ സമരം നിരോധിക്കാൻ യോഗി സർക്കാർ അവശ്യ സേവന പരിപാലന നിയമമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ എല്ലാ വകുപ്പുകൾക്കും കോർപ്പറേഷനുകൾക്കും ഉൾപ്പെടെ ഈ നിയമം ബാധകമായിരിക്കും എന്നുകൂടി അധികൃതർ പറയുന്നുണ്ട്. രാജ്യത്ത് വൈദ്യുതി വിതരണം, ഗതാഗതം, മെഡിക്കൽ സേവനങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള അവശ്യ സേവനങ്ങളുടെ പരിപാലനം ഉറപ്പാക്കുക എന്നതാണ് ഈ ഒരു നിയമത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവശ്യ സേവനം തടസ്സപ്പെടുത്തുന്നവർക്കെതിരെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ എടുക്കാനുള്ള വകുപ്പുമുണ്ട്. അതുകൊണ്ടാണ് ഈ സമരം നിരോധിച്ചിരിക്കുന്നു എന്നുള്ള ഒരു വ്യാഖ്യാനം ഇതിന് ലഭിക്കുന്നത്. എന്തായാലും പണിമുടക്ക് സമരം നിരോധിച്ചുകൊണ്ടുള്ള വിജ്ഞാപനം ഇതിനോടകം തന്നെ പുറത്തിറങ്ങി കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ വർഷവും യുപി സർക്കാർ പണിമുടക്കുകൾക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെ വൈദ്യുത വകുപ്പിലെ ചില ജീവനക്കാർ ഇതിനെതിരെ സമരവുമായി രംഗത്തെത്തിയിരുന്നു. 1968 ഇത്തരത്തിൽ അവശ്യ സേവനങ്ങൾ ഒരിക്കലും മുടങ്ങരുത് എന്നുള്ള നിയമം പാസ്സാവുന്നത്. ഈ നിയമം ഉപയോഗിച്ച് ഏത് സംസ്ഥാന സർക്കാരിനും തങ്ങളുടെ അധികാര പരിധിയിലെ സമരങ്ങൾ നിരോധിക്കാൻ സാധിക്കും. 1 മാസം മുതൽ 6 മാസം വരെ ആയിരിക്കും ഈ നിയമം നടപ്പിലാക്കാൻ സംസ്ഥാന സർക്കാരുകൾക്ക് അധികാരമുള്ളത്. പലപ്പോഴും വലിയ വിവാദങ്ങളൊക്കെ ഭയന്നുകൊണ്ട് തന്നെയാണ് പല സംസ്ഥാന സർക്കാരുകളും ഇതിനൊന്നും മുതിരാത്തത്. പക്ഷേ ഉത്തർപ്രദേശിൽ അങ്ങനെ ഒരു പ്രശ്നമില്ല. അങ്ങനെ ആരെയും ഭയന്നുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു നേതാവുമല്ല യോഗി ആദിത്യനാഥ്. എന്തൊക്കെ വിവാദങ്ങൾ പിന്നാലെ ഉണ്ട് എങ്കിൽ പോലും അദ്ദേഹം ഇപ്പോൾ എടുത്തിരിക്കുന്ന ഈ തീരുമാനം വലിയ രീതിയിൽ വാർത്താ പ്രാധാന്യം നേടുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളം.